കേരളത്തിൽ UDF വീണ്ടും അധികാരത്തിൽ വരും, എന്നാൽ ഒരു തരംഗമൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ള എക്സിറ്റ് പോളുകളാണ് വന്നത്. അത് ശരി തന്നെയാണ്. കാരണം LDFും UDFും തമ്മിലുള്ള ഒരു ക്ലോസ് ഫൈറ്റ് തന്നെയാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള എക്സിറ്റ് പോളുകളാണ് വന്നത്. അല്ലാതെ VD സതീശനും കോൺഗ്രസ് നേതാക്കളും പറയുന്ന പോലെ വലിയൊരു തരംഗമുണ്ടായി, 100-ലധികം സീറ്റുകളൊക്കെ UDF നേടും, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ ഒരു മൂഡ് അതില്ല എന്നതാണ് വസ്തുത. പക്ഷേ LDFിനാണെങ്കിലും UDFിനാണെങ്കിലും ഇത്തവണ പണി കൊടുത്തിരിക്കുന്നത് BJP ആണ്. കാരണം BJP ഒരു 30-35 സീറ്റുകളിൽ ഒരു ത്രികോണ പോരാട്ടമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇപ്പോൾ LDFിലേക്ക് വരികയാണെങ്കിൽ LDFിന് ജയിക്കാൻ സാധ്യതയുള്ള പല പ്രദേശങ്ങളും, പ്രത്യേകിച്ച് ഹിന്ദു വോട്ടർമാർ നിർണായകമായ പല മേഖലകളിലും, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തെക്കൻ ജില്ലകളിൽ, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ BJP വലിയൊരു ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ LDFിന് കിട്ടേണ്ട പല വോട്ടുകളും BJPയിലേക്ക് അല്ലെങ്കിൽ NDAയിലേക്ക് മറിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു എക്സിറ്റ് പോളുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ BJPക്ക് പല രീതിയിലുള്ള പ്രൊജക്ഷൻസാണ് നൽകുന്നത്. 3 സീറ്റ് പറയുന്നുണ്ട്, 0-2, 0-3, പിന്നെ 3-7, അതുകൂടാതെ 10 മുതൽ 14 വരെ സീറ്റ് കിട്ടിയേക്കാന്ന് പറയുന്ന ഒരു എക്സിറ്റ് പോളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, BJP ഇത്തവണ അക്കൗണ്ട് തുറന്നിരിക്കും, വീണ്ടും തുറന്നിരിക്കും, കാര്യത്തിൽ സംശയം വേണ്ട. നിയമവും അതുകൂടാതെ മിക്കവാറും കഴക്കൂട്ടവും BJP വിജയിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട്. തലസ്ഥാനത്ത് ചിലപ്പോൾ 1-2 മണ്ഡലങ്ങളിൽ കൂടി ജയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതിന് പുറത്ത് നല്ല ഫൈറ്റാണ് BJP കൊടുത്തിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും BJPക്ക് വിജയ സാധ്യതയുണ്ട്. പക്ഷേ ഫൈനൽ ആ ഒരു ആസ്പെക്റ്റിൽ ജയിച്ച് കയറാൻ പറ്റുമോ? പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ക്രോസ് വോട്ടിംഗ്, മറ്റ് കുറേ സംഭവങ്ങളുണ്ടല്ലോ, ടാക്ടിക്കൽ വോട്ടിംഗ്. ഇത്തവണ അതൊക്കെ കുറച്ച് കുറവായിരിക്കും. പക്ഷേ ടാക്ടിക്കൽ വോട്ടിംഗ് ഒക്കെ വളരെ സജീവമായിട്ട് തന്നെ ഉണ്ടാകും. ഇപ്പോൾ പാലക്കാടാണെങ്കിലും മഞ്ചേശ്വരത്താണെങ്കിലും കാസർഗോഡാണെങ്കിലും അതെല്ലാം വളരെ ആക്റ്റീവായിട്ട് തന്നെ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വേർഡിക്റ്റ് ആയിരിക്കും ഉണ്ടാകുക. അതുമാത്രമല്ല, ഭരണവിരുദ്ധ വികാരം അത് കുറേയൊക്കെ BJPയിലേക്കും സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഈ ആൻറ്റി ഇൻകംബൻസി വോട്ട് ഒറ്റയടിക്ക് UDFിലേക്ക് പോകേണ്ടതാണ്. ഇത്തവണ അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് UDF പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു വമ്പൻ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത്. ശരിക്കും മത്സരം ക്ലോസ് ആണ്. UDFിന് ഒരു മേൽക്കൈ ഉണ്ടെന്നേ പറയാൻ സാധിക്കുള്ളൂ. അത് ഫൈനൽ റിസൾട്ട് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു ആക്ച്വൽ പിക്ചർ കിട്ടുള്ളൂ. ഒരു പക്ഷേ ചിലപ്പോൾ BJP ഒരു 5-6 സീറ്റുകളിൽ ജയിക്കുന്നു. ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരു സാഹചര്യം വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല.